Hello, എൻ്റെ പേര് ഹൻഫ ബന്ന. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അലാൻസിയൻസ് പോഡ്കാസ്റ്റ് സീരീസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയ ഒരു മൊമെന്റ് വെച്ചാൽ ഇപ്പോൾ എംലക്കിൽ തന്നെ നോമ്പ് പറഞ്ഞ ഒരു ടീം പയ്യാമ്പലം ബീച്ച് കണ്ണൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം കോൺസെപ്റ്റ് സെയിം ടീം, ഭയങ്കര ഹാപ്പിനെസ് ആണ്. KCC പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ പേപ്പർ BT ആണ്. BT കുറെ പഠിക്കാനുണ്ട്, അത് കുറെ റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. ഇപ്പൊ ഹയറാർക്കിക്ക് വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് സാധാരണ ആൾക്കാർ കൂടുതലും പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ ആരും യൂസ് ചെയ്യാറില്ല. എൻ്റെ അഭിപ്രായത്തിൽ BT ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അലയൻസിലെ ഫേവറേറ്റ് മൊമെന്റിനേക്കാൾ എനിക്ക് കൂടുതൽ അവിടുത്തെ കണക്ഷൻസ്, ഇപ്പോൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഫാക്കൽറ്റി ആയിക്കോട്ടെ, മെന്റേഴ്സ് ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാവരുമായിട്ടുള്ള കണക്ഷൻസ് ഭയങ്കര അടിപൊളിയായിട്ട് വന്നത്. ഡിഗ്രി എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുകയാണെങ്കിലും ഒരു തിയറിറ്റിക്കൽ നോളജ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിലെ നോളജ് മാത്രമേ നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അത് പ്രാക്ടിക്കലി ചെയ്യണം. അതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ലീപ്പ് ആയിക്കോട്ടെ, എഡ്ജ് ആയിക്കോട്ടെ, അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് അടിപൊളിയായി തോന്നി. ഈ എംലക് നൈറ്റ്സ് ഒരു ചെറിയ തുടക്കമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് ദി ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. നമ്മൾ കോഴിക്കോട് ബീച്ച് എപ്പോഴും നല്ല വൈബുള്ള സ്ഥലമാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷെ കഴിഞ്ഞ റമദാൻ മാസത്തിൽ ആ വൈബിനെ വേറെ ലെവലിലേക്ക് എത്തിച്ചൊരു ടീമുണ്ട്, എംലക് നൈറ്റ്സ്. നല്ല ഗ്രാൻഡ് ഇഫ്താർ പ്രോഗ്രാം നടത്തി കുറേ ആൾക്കാരുടെ മനം കവർന്ന ആ പ്രോഗ്രാം നല്ലൊരു സക്സസ് ആയിരുന്നു. പക്ഷെ അതിന്റെ പിന്നിൽ ആരാന്ന് അറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. ഹിസ് നോട്ട് ഓൺലി എ ബിസിനസ് മാൻ ബട്ട് ഓൾസോ എ സ്റ്റുഡന്റ് ഹിയർ അറ്റ് അലാൻസ്. സ്റ്റഡീസിന്റെ കൂടെ തന്നെ ഓൺടർപ്രണർഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് തന്ന എംലക് നൈറ്റ്സിന്റെ സക്സസ്ഫുൾ ഓർഗനൈസറാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത്. ആൻഡ് ലെറ്റ്സ് വെൽക്കം മുഹമ്മദ് സിദാൻ. അലാൻസിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ എങ്ങനെയാണ്? +2 കഴിഞ്ഞിട്ടാണോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ വന്നത്? +2 കഴിഞ്ഞിട്ടാണ്. ഏതായിരുന്നു സ്ട്രീം? സയൻസ്. ഓക്കെ, സയൻസ് എങ്ങനെയാണ് നിങ്ങൾ അലാൻസിലേക്ക് എത്തിയത്? സയൻസ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് സയൻസ് എടുത്തതാ. അപ്പം എനിക്ക് പിന്നീടാണ് മനസ്സിലായത് സയൻസ് സെറ്റ് ആവില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നീറ്റൊക്കെ ചെയ്താ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെങ്കിൽ അത് ഞാൻ മാറ്റി. പിന്നെ എനിക്ക് ബിസിനസ് ഫീൽഡിനോട് താല്പര്യമായി. അങ്ങനെ ഞാൻ ACCയിലെ CA ബെസ്റ്റ് ഏതെങ്കിലും ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ബ്രദർ ഓൾറെഡി ACC പഠിക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ അലാൻസ് എൻ്റെ ബ്രദർ സജസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ അലാൻസിലെത്തി. ലെറ്റ്സ് കം ടു എംലക് നൈറ്റ്സ്. ഇത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു തോട്ട് എങ്ങനെയാ വന്നത് നിങ്ങൾക്ക്? നോർമലി ഇപ്പം നമ്മൾ കോഴിക്കോട്ടുകാർ അല്ലെങ്കിൽ കോഴിക്കോട്ടുകാർ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ കൂടുതലും നോമ്പിന്റെ സമയത്ത് പുറത്ത് പോയി നോമ്പ് തുറക്കാറുണ്ട്. അങ്ങനെ ആ സമയത്ത് ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ ഫാമിലിയും എല്ലാവരും കൂടി കോഴിക്കോടേക്ക് വരികയും, ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു. അപ്പം ഒരുമിച്ചൊരു നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ കടപ്പുറം ചൂസ് ചെയ്തു. ആൻഡ് അവിടെ ചെന്നപ്പോൾ നമുക്ക് അത് എത്രത്തോളം സെറ്റാക്കാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. അങ്ങനെയാണ് ആ കോൺസെപ്റ്റ് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വന്നത്. പിന്നീടാണ് എംലക്കിലേക്ക് എത്തിയത്. ഇങ്ങനെ ഒരു തോട്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ഈസി ആയിട്ട് കാലിക്കറ്റ് ബീച്ച് ചൂസ് ചെയ്യാൻ പറ്റിയേ? പൊതുവെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആലോചിക്കുക കോഴിക്കോട് ബീച്ചായിരിക്കും. അത് എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് തോട്ട് വന്നതും എനിക്ക് കോഴിക്കോട് ബീച്ചിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കോഴിക്കോട് ഫിക്സ് ആക്കിയത്. പിന്നെ കോഴിക്കോട്ടെ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ സറൗണ്ടിങ്സ് നല്ലതാണ്. സോ കോഴിക്കോട്. ആൻഡ് ടു ബി ഓണസ്റ്റ്, അത് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. ഞാനും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിന്. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ്. താങ്ക് യു. അപ്പൊ ഇതിന്റെ ഒരു എക്സിക്യൂഷന്റെ സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തേനു? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു 3 കൊല്ലം മുമ്പാണ് ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്ലാൻ ആക്കാനും ആൻഡ് ഇതൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇത് കുറച്ചും കൂടെ ന്യൂ ആയിരുന്നു തോന്നുന്നില്ലേ? ആ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കിത് ഒരാളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ഇതില്ല. കാരണം വെച്ചാൽ ഒന്നാമത് എനിക്ക് വയസ്സ് കുറവുള്ളത് ഒരു ഇതല്ല. എന്നാലും ഞാൻ പറയാ വെച്ചാല് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കുറെ ടൈം എടുത്തു. ഒരാൾക്ക് ഇത് മനസ്സിലാക്കി ഈ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെ ഞാൻ കുറെ എഫേർട്ട് ഇട്ടു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇത് ഒരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് കൂടുതൽ ചലഞ്ച് ചെയ്തത്. എക്സിക്യൂഷനിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്? എക്സിക്യൂഷനിൽ ഈ പ്രാവശ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ ഓൾറെഡി ഡേറ്റും ആൻഡ് ലൊക്കേഷനും സെറ്റ് ആക്കിയതാണ്. അപ്പം അവിടെ നമ്മൾ പണിയും തുടങ്ങി ആൻഡ് സ്ട്രക്ചറൊക്കെ കെട്ടിയതിന് ശേഷം അൺഎക്സ്പെക്റ്റഡ്ലിയാണ് മൂവി സെറ്റ് അവിടെ വരുന്നത്. ഒരു വലിയ മൂവി സെറ്റ് ആയിരുന്നു. അപ്പോൾ അവരെ ഫ്രെയിമിൽ നമ്മൾ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ആ ലൊക്കേഷൻ മാറ്റേണ്ട വന്നു. ആ ലൊക്കേഷൻ മാറ്റി അപ്പുറത്ത് വെക്കാനും പിന്നെ 3 ദിവസം ഫുൾ മഴയായിരുന്നു. അങ്ങനെ ഡേറ്റ് മാറി. പിന്നെ ഇതുവരെ ഇല്ലാത്ത മഴ അന്ന് വരികയും അങ്ങനെ കുറേ ചലഞ്ചസ് ആയിരുന്നു. പക്ഷെ ഭാഗ്യവശാൽ പിന്നീട് മഴ ഉണ്ടായിരുന്നില്ല. റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾമൈറ്റി. ദാറ്റ്സ് ഇറ്റ്. ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്? ലൈക്ക് ആസ് എൻ പ്ലാനിങ്, പ്രൈസിങ്, പ്രൊമോഷൻ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ബിസിനസ് പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ആദ്യം ഞാനൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. ആൻഡ് ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തതിന് ശേഷം ഇതിൽ ഇൻഹൗസ് തന്നെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇൻഹൗസ് തന്നെ പ്ലാനിങ് ആയിക്കോട്ടെ, പ്രൊമോഷൻ ആയിക്കോട്ടെ, എല്ലാത്തിനും ആൾക്കാരുണ്ടായിരുന്നു.
പിന്നെ അത് കുറച്ച് ഈസി ആയിരുന്നു. പ്രൊമോഷൻ ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്? മെയിൻലി ഇൻസ്റ്റാഗ്രാമാണ്, പിന്നെ കോഴിക്കോട് ബീച്ചല്ലേ എന്തിട്ടാലും കണ്ടിട്ട് ആൾക്കാർ വന്നോളൂ. അങ്ങനെ. ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരെയും, ആൻഡ് ഓൾസോ ഏറ്റവും ഹാപ്പിനെസ് തന്നൊരു മൊമെന്റ് എന്തേലും? ഇതിൽ എംലക്ക് ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ അത് ഞാൻ സ്റ്റക്കായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ആൻഡ് ഫൈനാൻഷ്യലി ഞാൻ ഓക്കെ ആയിരുന്നില്ല. ഈ കോൺസെപ്റ്റും കാര്യങ്ങളും പ്ലാനും മാത്രം ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ആൻഡ് ആ സമയത്താണ് ഇങ്ങോട്ടേക്ക് ഒരു ആദിൽ ബ്രോ വരുന്നത്. ആൻഡ് ആദിൽ ചാഞ്ചു ബ്രോ ആണ് ഇത് ആദ്യമായിട്ട് നമ്മളേക്ക് റിസ്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മൂപ്പറേ നമ്മൾ പാർട്ണർ. ആൻഡ് ഇവരുണ്ടായിരുന്നില്ലെങ്കിൽ ഈ എംലക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ള ഈ പ്രാവശ്യത്തെ സ്കൈഫോർഡാണ്. സ്കൈഫോർഡിന്റെ സേറുണ്ട്. എത്രത്തോളം ഇവരെ പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്കറിയില്ല. ആൻഡ് എൻ്റെ എല്ലാ എംലക്ക് പാർട്ട്നേഴ്സും എല്ലാവർക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. മെയിൻ സപ്പോർട്ട് ആരാണേനും? യെസ്. ആൻഡ് ഇതിൽ കുറേ മെയിൻ ക്യാരക്ടേഴ്സിനെ പറയാനുണ്ട്. ആൻഡ് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ഞാൻ 4 ബ്രദേഴ്സാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 4 ബ്രദേഴ്സ് ലൈക്ക് ഷെസിൽ ഇതിലിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരാളും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്, ഇമ്പോർട്ടൻസ്. അതെ, അത്രയും എംലക്കിൽ എല്ലാവരും ശരിക്കും മെയിൻ ക്യാരക്ടേഴ്സാണ്. ഏറ്റവും ഹാപ്പിനെസ് എന്ന മൊമെന്റ് എന്തേനു? ഹാപ്പിനെസ്സിൽ കുറേ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയ ഒരു മൊമെന്റ് വെച്ചാൽ ഇപ്പോൾ എംലക്ക് ഞാൻ ചെയ്ത് എംലക്കിൽ തന്നെ നോമ്പ് പറഞ്ഞ ഒരു ടീം പയ്യാമ്പലം ബീച്ച് കണ്ണൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം കോൺസെപ്റ്റ്, സെയിം തീം. നമ്മളൊരു ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ മൂപ്പര് ചെയ്തത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവരോടൊപ്പം കുറെ ടീം ഇതിൽ അങ്ങനെ ഈ സെയിം കോൺസെപ്റ്റ് തന്നെ തുടങ്ങി. ആ ഒരു സമയത്ത് കുറെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ ആയി തോന്നിയോ? ഇല്ല, എനിക്ക് കോമ്പറ്റീഷൻ ഉള്ളതിനേക്കാൾ ഈ കോൺസെപ്റ്റ് എല്ലാവരും എത്തി, എല്ലാവർക്കും ഈ ഒരു സാധനം കിട്ടി, എല്ലാവരും വെൽക്കം ചെയ്തെന്നുള്ളത്. പുറത്തു പോകുമ്പോൾ എല്ലാവർക്കും ഈ ഒരു അവസരം കിട്ടി. ഇപ്പൊ ഒരു തുടക്കം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അടിപൊളിയായിരുന്നു. ഒരു ബിസിനസ് ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്തോണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്, നമ്മളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് വരിക? ലൈക്ക് നിങ്ങളെ ഈ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എൻ്റെ എക്സ്പീരിയൻസ് അത്ര വലുതല്ല, എന്നാലും ഞാൻ ഇത് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തിൽ എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് ഉണ്ടാക്കി ഇത് ആൾക്കാർക്ക് കാണിക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ വിഷൻ ചെയ്ത് എനിക്കിത് ഭയങ്കര ആഗ്രഹമാണ് ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെ ഫ്രെയിം ചെയ്ത് അതിന് വേണ്ട പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി. അതെന്ന് വെച്ചാൽ എനിക്കൊന്നും ഉണ്ടായില്ല. ബാക്കിയുള്ളൊരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഇപ്പോൾ ഇവൻ്റെ അടുത്ത ആൾക്കാരുടെ അടുത്ത് പോയി. ഇപ്പോൾ ഞാൻ കാറ്ററിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കാറ്ററിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊരു ഫ്രെയിം ചെയ്ത് എന്നിട്ട് ആ കോൺസെപ്റ്റ് ഇങ്ങനെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ ഒന്ന് സെറ്റാക്കി. അപ്പം അങ്ങനെ ആണ് ബാക്കി പിന്നെ നമ്മളെ കയ്യിലേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പോലെ നമ്മളെ ആൾക്കാരൊക്കെ ഇപ്പം ഫൈനാൻസ് ഇപ്പം ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ ഒക്കെ കൂടി ഒരുമിച്ച് അങ്ങനെ ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്. അപ്പം അതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്. ഒരാള് താല്പര്യമുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വെറുതെ നിൽക്കാണ്ട് അതിനെ ഫ്രെയിം ചെയ്യുക, അതിന്റെ മാക്സിമം നമുക്ക് ചെയ്യാനുള്ള മാക്സിമം അത് ചെയ്യാം. അപ്പൊ അതിന് ശേഷം ഒക്കെ നമ്മളെ കയ്യിൽ തന്നെ വരുന്നതാണ് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. എലയൻസ് ഒരു ACC സ്റ്റുഡന്റ് എന്ന നിലയിൽ ആ ലേണിംഗ്സ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഇനീഷ്യേറ്റീവിനെ ഹെൽപ്പ് ചെയ്തത്? ACC പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ പേപ്പർ BT ആണ്. അപ്പോൾ BT പൊതുവെ സ്റ്റുഡൻസ് എല്ലാവരും BT ജസ്റ്റ് പഠിച്ച ഒഴിവാക്കായി അല്ലേ. അപ്പോൾ ആ BT കുറെ പഠിക്കാനുണ്ട്, അത് കുറെ റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല നല്ല കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഹയറാർക്കിക്ക് വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് സാധാരണ ആൾക്കാർ കൂടുതലും പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ ആരും യൂസ് ചെയ്യാറില്ല. എൻ്റെ അഭിപ്രായത്തിൽ BT ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ACC പോലുള്ള പ്രൊഫഷണൽ കോഴ്സിന്റെ കൂടെ പ്രാക്ടിക്കൽ എക്സ്പോഷറും കൂടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയുന്നതുകൊണ്ടാണ് എലയൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഡിഗ്രി എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുകയാണെങ്കിലും നമുക്ക് സാധാരണ ഒരു തിയറിറ്റിക്കൽ നോളജ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള നോളജ് മാത്രം നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതൊരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അത് പ്രാക്ടിക്കലി ചെയ്യണം. ആൻഡ് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പഠിത്തത്തിൽ മനസ്സിലാവുള്ളൂ. അതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ലീപ്പ് ആയിക്കോട്ടെ, എഡ്ജ് ആയിക്കോട്ടെ, അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് അടിപൊളിയായി തോന്നി. എലയൻസിൽ ഇതുവരെയുള്ള ഒരു സ്റ്റുഡന്റ് ലൈഫിൽ ഏറ്റവും ഫേവറേറ്റ് ആയി തോന്നിയ മൊമെന്റ് എന്താ? എലയൻസിലെ ഫേവറേറ്റ് മൊമെന്റിനേക്കാൾ എനിക്ക് കൂടുതൽ അവിടുത്തെ കണക്ഷൻസ്, ഇപ്പം സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഫാക്കൽറ്റി ആയിക്കോട്ടെ, മെന്റേഴ്സ് ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാവരുമായിട്ടുള്ള കണക്ഷൻസ് ഭയങ്കര അടിപൊളിയായിട്ട് വന്നേ. അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ആൻഡ് ടു ബി ഓണസ്റ്റ്, നിങ്ങളെ ഒരു ഇനീഷ്യേറ്റീവ് ഒരുപാട് യങ് ഓൺടർപ്രണേഴ്സിന് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. എംലക്ക് നൈറ്റ്സ് ഒരു തുടക്കം മാത്രമാണോ? ആൻഡ് ഇനി എന്തൊക്കെയാണ് പ്ലാൻസ്? എംലക്ക് നൈറ്റ്സ് ഒരു ചെറിയ തുടക്കമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് ദി ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം.